തമിഴ്നാട് ദിണ്ടിഗലിൽ മലയാളി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. കോട്ടയം പൊൻകുന്നം സ്വദേശി സാബു ജോണാണ് മരിച്ചത്. NIA സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. റഹീസ്, ഗുഡ് ഈവനിംഗ്. NIAയുടെ പരിശോധന നടക്കുന്നു, സ്ഫോടനം നടന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഗൗരവമുള്ള ഒരു വാർത്തയാണിത്? ഇതിനു പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘടനകളോ മറ്റോ ഉണ്ട് എന്ന് സംശയമുണ്ടോ? ഈവനിംഗ് ക്രിസ്റ്റീന, തമിഴ്നാട് ദിണ്ടിഗലിലാണ് ഇപ്പോൾ മലയാളി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കോട്ടയം പൊൻകുന്നം കൂരാളി സ്വദേശിയാണ് സാബു ജോൺ. ഇയാൾക്ക് 59 വയസ്സാണ്. ഇയാൾ ഒരു മാമ്പഴത്തോട്ടം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരാഴ്ച മുൻപ് നേരത്തെ നാട്ടിലെത്തി. പിന്നീട് ഇയാളുടെ ഒരു വിവരവും ഇല്ലായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അങ്ങനെ ഈ സംഭവം പുറത്തറിയുന്നത് ഇത്തരത്തിലൊരു ഫാമിന് സമീപത്തായി അവിടെ നിന്ന് ദുർഗന്ധം വരുന്നതായി നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. അങ്ങനെ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇവർ പോലീസ് സംഘം അവിടേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തുന്ന ഉടൻ തന്നെ ഈ മൃതദേഹം ഉള്ളതിനടുത്ത് വെച്ച് തന്നെ മറ്റൊരു സ്ഫോടനം ഈ പോലീസ് എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായി. അത് ഈ തരത്തിൽ ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ കൊടുക്കാൻ വേണ്ടി നടത്തുന്നതാണോ എന്നുള്ളൊരു സംശയം പോലീസിന് ഈ ഘട്ടത്തിലുണ്ട്. ശേഷം മൃതദേഹത്തിനടുത്തേക്ക് എത്തുന്നു. 4 ദിവസത്തെ പഴക്കമുണ്ട് ഈ മൃതദേഹത്തിനെന്ന് മനസ്സിലാക്കുന്നു. അവിടെ അടുത്ത് നിന്ന് ഈ ജെലാറ്റിൻ സ്റ്റിക്കും ഒപ്പം തന്നെ വയറുകളും ഒക്കെ കണ്ടെത്തി. അങ്ങനെ ഇയാളുടെ വീട്ടിൽ അറിയിച്ച് ഉടൻ തന്നെ വീട്ടുകാർ ഈ പരിസര പ്രദേശത്തേക്ക് എത്തി. അങ്ങനെ അവരിൽ നിന്നാണ് ഇയാളെ കുറിച്ച് ഒരാഴ്ചയായി വിവരമില്ല. പക്ഷെ ഇയാളുടെ ചില സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്ക് ഇയാളുടെ ഒരു സഹോദരനെ വിളിച്ചതായി ചില വിവരം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കളുടെ ഇടപെടലുകൾ ഉണ്ടോ, അവർ എവിടെയാണ്, ഒറ്റയ്ക്കാണോ ഈ ഒരു തോട്ടം പാട്ടത്തിന് എടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ NIA കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി മാറുന്നത്. ഏതെങ്കിലും തരത്തിൽ അത്ര അതീവ ഗൗരവതരമായിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ മൃഗങ്ങളെ പിടിക്കാനോ മറ്റോ ഒക്കെ ഉണ്ടാക്കി വെച്ച എന്തെങ്കിലും കെണിയാണോ എന്നതടക്കമാണ് ഈ ഘട്ടത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന.